بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. മസ്ജിദുകളിലെ ചില അദബുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമിഅ റജുലൻ യൻഷുദു ضالة ഫിൽ മസ്ജിദ് ഫലിയഖുൽ ലാ റദ്ദഹു അല്ലാഹു അലൈക ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ സമിഅ റജുലൻ, ആരെങ്കിലും കേട്ടാൽ, ഒരാളെ എന്തു പറയുന്നത്, യൻഷുദു ضالة ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വന്നിട്ട് ആരെങ്കിലും അയാളുടെ കാണാതായിപ്പോയ സാധനം അന്വേഷിക്കുന്നത് ആരെങ്കിലും കേട്ടാൽ, ഫലിയഖുൽ, കേട്ടവൻ ഈ പരിധി വന്നവനോട് പറയണം, ലാ റദ്ദഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് അത് തിരിച്ചു തരാതിരിക്കട്ടെ. ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, മസ്ജിദുകൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് മസ്ജിദുകളിൽ പാലിക്കേണ്ട ഒരു അദബാണ്. നമ്മൾ കാണാതായ വല്ലതും തെരഞ്ഞു പോകാനുള്ള സ്ഥലമല്ല മസ്ജിദ്. പ്രത്യേകിച്ച് ദാല്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരുടെ ഒട്ടകം, അവരുടെ വാഹന മൃഗം, ഇത് കാണാതായി പോയാൽ അതിന് പറയും ദാല്ല. മസ്ജിദുകളിൽ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. മസ്ജിദിൽ ഇത് അന്വേഷിച്ചു പോകാൻ പാടില്ല. ശിവട്ടിന്റെ കാണാതായ സാധനം കണ്ടുപോയി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്. ഒക്കെ മസ്ജിദിന് പുറത്താണ് അതിന്റെ സ്ഥാനം. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആരെങ്കിലും വല്ലതും മസ്ജിദിൽ തിരഞ്ഞു വന്നാൽ ലാ റദ്ദഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ. അതത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ കാരണം എന്താ? ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, ഇതിനു വേണ്ടിയല്ല അള്ളാഹുവിന്റെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ മസ്ജിദുകൾ അവനെ സുജൂദ് ചെയ്യാൻ, അവനെ ദിക്ർ ചെയ്യാൻ, അവനോട് ദുആ ചെയ്യാൻ, ഖുർആൻ ഖിറാഅത്ത് നടത്താൻ ആണ് അള്ളാഹുവിന്റെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ മസ്ജിദിന് യോജിച്ചതല്ല അവന്റെ മസ്ജിദുകളിൽ നമ്മുടെ കാണാതായ വല്ലതും അന്വേഷിച്ച് ചെല്ലുക എന്നത്. ചന്തകളെ പോലെ, സൂഖുകളെ പോലെ അള്ളാഹുവിന്റെ മസ്ജിദുകളാക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. وعنه أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك. ഇമാം നസായിയും തിർമിദിയും ഒക്കെ റിവായത്ത് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: إذا رأيتم, നിങ്ങൾ കണ്ടാൽ, من يبيع, ആരെങ്കിലും വിൽക്കുന്നത്, ഔ യബ്താഉ, അല്ലെങ്കിൽ വാങ്ങുന്നത്. വിൽക്കുക വാങ്ങുക ചെയ്യുന്നത് വിൽപ്പനയുടെ ഭാഗമായി വാങ്ങുക, അതാണ്. വെറുതെ കൊടുക്കലും വാങ്ങലല്ല, സദഖല്ല, കടമല്ല, മറിച്ച് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് പള്ളിയിൽ വെച്ച് ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, ലാ അർബഹ അല്ലാഹു തിജാറതക, അള്ളാഹുവിന്റെ കച്ചവടം നിന്റെ കച്ചവടത്തിൽ ലാഭം തരാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അത്രയും ഗൗരവമുള്ള കാര്യമാണ് മസ്ജിദിൽ ബൈഅ നടത്തുക എന്നത്. മസ്ജിദിന് യോജിക്കാത്ത കാര്യമാണ്. അത് സൂഖിൽ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു, മസ്ജിദായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തിനാണ് മസ്ജിദിന്റെ ഹുക്കുമുള്ളത്. മസ്ജിദിന്റെ പുറത്ത് അതിന്റെ ഹുക്കുമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദിന്റെ വാതിൽക്കൽ തന്നെ പട്ടിന്റെ വസ്ത്രങ്ങൾ വിൽക്കാൻ ഒരാൾ നിന്നതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: നബിയെ, ഇത് വാങ്ങണം എങ്കിൽ താങ്കൾക്ക് ഈദിനും വഫ്ദിനും ധരിക്കാമല്ലോ. ഈദിനും അതുപോലെ വഫ്ദ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ
പല സംഘങ്ങൾ, പല ആളുകളുടെ നിവേദക സംഘങ്ങളൊക്കെ പല നാട്ടിൽ നിന്ന് വരും. അവരൊക്കെ വരുമ്പോ നല്ല ഈ വസ്ത്രം ധരിക്കാലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യൽബസു ഹാദാ മൻ ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ. ഉമറേ, ഈ വസ്ത്രം പരലോകത്ത് യാതൊരു ഓഹരിയും ഇല്ലാത്ത ആളുകളാണ് ധരിക്കുക, അഥവാ ഹരീർ, പട്ടുവസ്ത്രം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടുവസ്ത്രത്തിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തേക്കും, ഒരാളുടെ കയ്യിൽ. ഉമറിന് കൊടുത്തേക്കും. ഉമറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി കൊടുത്തേക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുത്തേക്ക് ഉമർ കരുന്നുകൊണ്ടുവരും. കാരണം റസൂൽ നേരത്തെ പറഞ്ഞെന്താണ്, ഇത് ധരിക്കുന്ന ആരാ? പരലോകത്തൊരു ഖലാഖും ഇല്ലാത്ത ഒരു ഓഹരിയും ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അതിൽ ഞാൻ വിട്ടുപോയെന്നാണ് ഉമർ പേടിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു കരുണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു, നിങ്ങളല്ലേ ഇതിനെ കുറിച്ച് ഞങ്ങളല്ല അന്ന് ഇങ്ങനെ പറഞ്ഞു, പിന്നെന്താണ് ഇത് എനിക്ക് കൊടുത്തു വെച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീലം ഞാൻ നിനക്കിത് കൊടുത്തയച്ചത് നീ അത് ധരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നീ അതുകൊണ്ട് ഉപകാരം എടുക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഹരീർ അത് മുത്ലഖൻ ഹറാമല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന ആൾക്കനുസരിച്ചിട്ടാണ് ഹരീർ ഹറാമാകുക, പട്ടുവസ്ത്രം. അതുകൊണ്ട് തന്നെ പട്ടിന്റെ തുണി അത് വിൽക്കലോ വാങ്ങലോ ഹറാമല്ല. പുരുഷന്മാർക്ക് വേണ്ടി തയ്ച്ച വസ്ത്രം അത് പാടില്ലാത്തതാണ്, അത് ധരിക്കാനാണ് ആള് വാങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ. അതല്ലാതെ അതിന്റെ തുണി വിൽക്കാം, അതുപോലെ അത് സ്ത്രീകൾക്ക് ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈയിൽ ഹരീറും ഒരു കൈയിൽ സ്വർണവും ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് രണ്ടും ഇത് അനുവദനീയമാണ്, ലിദുകൂരി ഉമ്മത്തി, എന്റെ ഇത് അനുവദനീയമാണ്, ലിഇനാസി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക്. ഇത് ഹറാമാണ്, ലിദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കാണിച്ചു പറഞ്ഞു. അപ്പൊ സ്വർണം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല, പക്ഷെ സ്വർണം വിൽക്കലോ സ്വർണം വാങ്ങലോ ഹലാൽ, അനുവദനീയമായ കാര്യമാണ്. അതുപോലെയാണ് ഹരീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഉമർ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് ഞാൻ നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പിന്നെ തന്നതാണ്, എനിക്ക് ഉപകാരപ്പെടാൻ, വിൽക്കാനോ സ്ത്രീകൾക്ക് ഉപയോഗിക്കാനോ. അലി ബിൻ അബി താലിബിനും കൊടുത്തയച്ചിരുന്നു. അലി ബിൻ അബി താലിബ് ഇത് ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വരും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോട്ടം നോക്കും ഭാര്യയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെറുപ്പോടെ നോക്കും. അലി ഇബ്നു അബി താലിബ് ചോദിക്കും, എന്താണ് ഞാൻ നോക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ നിനക്കിത് തന്നത് നീ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആർക്കാണ്? പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ്, സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി എന്ന് അലി ഇബ്നു അബി താലിബിനോട് അങ്ങനെ പറയപ്പെടും. അപ്പോ ആ ഹദീസിൽ തെളിവുണ്ട്, ബാബുൽ മസ്ജിദിൽ വെച്ചാണ് ആ ആള് പട്ടുവസ്ത്രം വിറ്റിരുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല, മറിച്ച് ഇത് പുരുഷന്മാർ ധരിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകാർ ചെയ്തത്. മസ്ജിദിന്റെ ബാബിനരികിൽ അത് വിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് മനസ്സിലാക്കാം, ബാബിനകത്തായാൽ അത് പാടില്ല, ബാബിന് പുറത്തായാൽ അത് പുറത്ത് ഖാരിജിന്റെ ഹുക്കുമാണ് അതിനുള്ളത്, പുറത്തുള്ള ഹുക്കുമാണ് അവിടുത്തെ കച്ചവടത്തിനുള്ളത്. ഉള്ളിലാണ് മസ്ജിദിന്റെ ഹുക്കും എവിടെയാണോ ബാധകം അവിടെയാണ് ബൈഅ ഹറാമാവുക, ബൈഅ പാടില്ലാത്തതാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഇദാ റഅയ്തും യബീഉ യബ്തഉ ഫിൽ മസ്ജിദ് ഫഖൂലു ലാ അർബഹ അല്ലാഹു തിജാറത. പള്ളിയിൽ ആരെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അയാളോട് പറയണം, ലാ അർബഹ അല്ലാഹു തിജാറത, അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ലാഭം തരാതിരിക്കട്ടെ. ഈജാബോ കബൂലോ രണ്ടും മസ്ജിദിൽ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ പൈസ വാങ്ങി സാധനം പുറത്തുവിട്ട് കൊടുത്തു, പൈസ വാങ്ങിയത് പള്ളിക്കകത്ത്, സാധനം പുറത്തുനിന്ന് കൊടുത്തു, പാടില്ല. നേരെ തിരിച്ചു പാടില്ല. ബൈഅന്റെ ഒന്നും പാടില്ല, ബൈഅ ഒന്നും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ട് പറഞ്ഞപ്പോൾ, ആധുനിക കാലത്താണെങ്കിൽ പള്ളിയിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് കച്ചവടം നടത്തുക, പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്യാം, എന്നിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ കച്ചവടം ഉണ്ടല്ലോ, കച്ചവടത്തിന്റെ കോലം തന്നെ മാറ്റണം എന്നാണല്ലോ പറയുന്നത്.
അപ്പോ അതുപോലെ ബൈഅ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് ഉജ്റ, വാടക. അതൊരിനം കച്ചവടമാണ്. അത് സിൽഅ അല്ല നമ്മൾ വാങ്ങുന്നതെങ്കിലും, നമ്മൾ വസ്തുവല്ല വാങ്ങുന്നതെങ്കിലും മൻഫഅത്ത് നമ്മൾ വാങ്ങുന്നുണ്ട്, സേവനം വാങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ടാക്സി, ആൾക്കുള്ള പൈസ നമ്മൾ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ട് യാത്ര പുറത്തുനിന്ന് പാടില്ലാത്തതാണ്. കാരണം ബൈഅന്റെ ഇനത്തിൽ വരുന്നതാണ് ഉജ്റ. എന്നാൽ ബൈഅന്റെ ഇനത്തിൽ വരാത്തതാണ് സദഖ. സദഖ പള്ളിയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ കടം, അത് പള്ളിയിൽ വെച്ച് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാം. കാരണം അത് ബൈഅന്റെ ഹുക്കുമല്ല അതിന് വരിക. ബൈഅന്റെ ഹുക്കുമ് വരുന്ന, കച്ചവടത്തിന്റെ ഹുക്കുമ് വരുന്ന കാര്യമാണ് ഉജ്റ അഥവാ വാടക. ഒരു കാര്യം, വാടക കൂലി എന്നൊക്കെ പറയുന്നത്, വാടകയോ കൂലിയോ, വാടക തന്നെയാണ് കൂലി. അതായത് സാധനം വാങ്ങുന്നില്ല, മറിച്ച് സേവനം വാങ്ങുന്നു. അതും പള്ളിക്കകത്ത് കൊടുക്കലോ വാങ്ങലോ പാടില്ലാത്തതാണ്. പള്ളിക്ക് പുറത്തു വെച്ചിട്ടാണ് നമ്മളത് നടത്തേണ്ടത്. അത് വിലക്കപ്പെട്ട സംഗതിയാണ്, പള്ളിയിൽ പാലിക്കേണ്ട ആദാബുകളിൽപ്പെട്ടത്. കാരണം ഇപ്പൊ പള്ളി സൂഖ് പോലെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഭൂമിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അവന്റെ മസ്ജിദുകളാണ്. അല്ലാഹുവിന് ഭൂമിയിൽ വെറുപ്പുള്ള സ്ഥലം അസ്വാഖുഹ, ഭൂമിയിലെ സൂഖുകളാണ്. സൂഖിൽ എന്താണ് നടക്കുന്നത്? യുബാ വയുസ്തറ, അൽ ബൈഅ വശറ, കൊടുക്കലും വിൽക്കലും വാങ്ങലുമാണ് സൂഖിൽ നടക്കുന്നത്. പള്ളിയിൽ നടത്തിയ പിന്നെ എന്താണ് മസ്ജിദും സൂഖും തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹുവിന്റെ മസ്ജിദുകൾ, അത് നമ്മൾ അതിനുള്ള ഹുർമത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നോക്ക്, മസ്ജിദിൽ അനുവദനീയമായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. ഉസീബ സഅദുൻ യൗമൽ ഖന്ദഖ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് ഖന്ദഖിൽ പരിക്കുപറ്റി. സഅദ് എന്നതുകൊണ്ട് ഉദ്ദേശം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളിൽപ്പെട്ട സഹാബിയാണ്. ഔസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ് ഇബ്നു മുആദ്. മദീനയിൽ അറബികളുടെ ഗോത്രങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഔസ്, ഒന്ന് ഖസ്റജ്. അൽ ഔസ്, അൽ ഖസ്റജ്. യഹൂദികൾക്ക് 3 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്: ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. ഈ 3 ഗോത്രങ്ങൾ. ഈ ഔസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഖസ്റജ് ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു. 2 സഅദാണ്, ഒന്ന് സഅദ് ഇബ്നു മുആദ്, ഒന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുമാ. 2 പേരും സഅദാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ഖന്ദഖിൽ പരിക്കുപറ്റി. പക്ഷേ ഖന്ദഖിൽ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ യഹൂദികളുടെ ബനൂ ഖുറൈള ഗോത്രത്തിന്റെ അവർക്ക് നാശം നീ എന്നെ കാണിക്കാതെ അള്ളാഹുവേ നീ എന്നെ മരിപ്പിക്കല്ലേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. പക്ഷെ ഒരു ചോര പുറത്തേക്ക് വന്നില്ല, രക്തം വന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ആരോഗ്യത്തോടെ നിൽക്കുകയും പിന്നീട് ആ ഗോത്രത്തെ അവർ കരാർ ലംഘിച്ചത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷാ നടപടി എടുക്കുകയും ചെയ്തു. സഅദ് ഇബ്നു മുആദാണ് അവർക്കുള്ള ശിക്ഷ തീരുമാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം സഅദ് തീരുമാനിക്കും, നിങ്ങൾക്ക് പറ്റുമോ? സഅദ് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മതി സഅദ്. കാരണം അവര് സഅദിനെ കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരിലെ പുരുഷന്മാർ അവർ കൊല്ലപ്പെടണം, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഹുക്മാണ് സഅദ് ഇബ്നു മുആദ് വിധിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹുക്മാണ് വിധിച്ചിട്ടുള്ളത്. രാജാക്കന്മാരുടെ ഹുക്കുമാണ് വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഹുക്കുമ നടപ്പാക്കും. പിന്നീടാണ് സഅദ് ഇബ്നു മുആദിന് നേരത്തെ പറ്റിയ പരിക്കുന്ന രക്തം വരുന്നത്. എന്താണ് ദുആ ചെയ്തത്? സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ പരിക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയ സമയത്ത് ഫദറബ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈമതൻ ഫിൽ മസ്ജിദ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദിന് വേണ്ടി മസ്ജിദിൽ ഒരു ഖൈമ ഉണ്ടാക്കി. ഒരു ഖൈമ, ഒരു കൂടാരം, ടെന്റ്.
ലിയഊദഹു മിൻ ഖരീബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പത്തിൽ സഅദിനെ ഇയാദത്ത് ചെയ്യാൻ അഥവാ സന്ദർശിക്കാൻ വേണ്ടി. കാരണം ഫദ്ലുള്ള സഹാബിയാണത്. മിൻ അഫ്ദലി സഹാബത്തിൽ വളരെ ശ്രേഷ്ഠനായ സഹാബിയ. ഈ സഅദിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഅദ് വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയുണ്ടായി. അതുപോലെ ആരെങ്കിലും ഖബറിന്റെ ഒരു ഞെരുക്കമുണ്ട്, ഖബറിൽ വെച്ച ഉടനെ ഖബറിന്റെ ഒരു ഞെരുക്കമുണ്ട്, ആ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മഹാനായ സഹാബിയാണ് സഅദ് ഇബ്ൻ മുആദ് റളിയല്ലാഹു അൻഹു. ഈ സഹാബിയും മറ്റൊരു സഹാബി അല്ലാഹു അലം ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഉസൈദ് ബിൻ ഖുദൈർ, അല്ലെങ്കിൽ ഈ സഹാബിയും മറ്റൊരു സഹാബിയും പോകുമ്പോഴാണ് ഒരു വെളിച്ചം മുന്നിൽ കാണുകയും അവരുടെ വീട് വരെ അത് എത്തുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിന്റെ ചില ഔലിയാക്കൾക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അത് സഅദ് ബിൻ മുആദ് വേറെ സഹാബിയുമാണ്. സഅദ് ബിൻ മുആദ് ഔ ഉസൈദ് ബിൻ ഖുദൈർ നമുക്ക് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് എളുപ്പത്തിൽ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈമ ഉണ്ടാക്കാൻ അനുമതി കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പള്ളിയിൽ ചില സന്ദർഭങ്ങളിൽ ചില ആവശ്യം വന്നാൽ അങ്ങനെ ഒരാൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഖൈമ എടുക്കാം. പള്ളിയിൽ താമസിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ ആവശ്യമായി വന്നാൽ, മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് വന്നാൽ മസ്ജിദിൽ താമസിക്കുക എന്നുള്ളത് ജായിസാണ്. അഹ്ലു സുഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സാധുക്കളായ മിസ്കീനുകളായ സഹാബത്ത് അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ സഅദ് ബിൻ മുആദിന് ഒരു ഫضലുണ്ട്. അദ്ദേഹം നല്ല ഫضലുള്ള ഔസ് ഗോത്രത്തിന്റെ തലവനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദർശിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഖൈമ കെട്ടാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തത്. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കും ആകാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കും ഇതാകാവുന്നതാണ്. അതിന് ഉള്ളൊരു തെളിവാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്ന വലീദതൻ സൗദ, ഒരു കറുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാന ലഹ ഖിബാഉൻ ഫിൽ മസ്ജിദ്, അവർക്ക് പള്ളിയിൽ ഒരു ഖിബാ ഉണ്ടായിരുന്നു, ഇതുപോലൊരു ടെന്റ് ഉണ്ടായിരുന്നു. ഫകാനത് തഅതീനി, അവരെന്റെ അടുത്ത് വരുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മജ്ലിസിൽ വന്നിരിക്കുകയും ഫതതഹദ്ദസു ഇൻദി, എന്നിട്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മൾ ബുലൂഗുൽ മറാമിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ചുരുക്കിയിട്ട് ഹദീസ് കൊടുത്തു ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ അവരങ്ങനെ താമസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം അവരാരും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു റളിയല്ലാഹു അൻഹ. അവരുടെ കഥ എന്താണെന്ന് പറഞ്ഞാൽ, അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിരിക്കും. പക്ഷെ അവരെപ്പോഴും ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു ഷിഅർ പാടാറുണ്ട്, ഒരു കവിത പാടാറുണ്ട്. അവർ പാടും, വയൗമൽ വിശാഹി മിൻ അആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. അതായത് യൗമുൽ വിശാഹ്, വിശാഹിന്റെ ദിവസം. വിശാഹ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ആഭരണമായിരുന്നു. അത് ഒരു പ്രത്യേകമായ ഒരു ആഭരണത്തിന്റെ വിലയുള്ള ഒരു ആഭരണത്തിന്റെ പേരാണ്. മക്കയിലെ ആ കാലത്തെ കുട്ടികളൊക്കെ ധരിച്ചിരുന്നത്. മിൻ അആജീബി റബ്ബിന, അതിന്റെ ദിവസം അതൊരു അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു. അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി, അതാണ് എന്നെ കുഫറിന്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഒരു കുഫറിന്റെ നാട് ഉദ്ദേശിച്ചത് ആ സമയത്തുള്ള മക്കയാണ്. അങ്ങനെ അതാണ് എന്നെ കുഫറിന്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നവർ പറഞ്ഞു. ഇതിങ്ങനെ അവരിയ്ക്കുമ്പോ സമയത്തൊക്കെ അവര് അധികവും വന്നിരുന്നാൽ ഇങ്ങനെ ഒരു ഷെയർ അവർ പാടുമായിരുന്നു. വയൗമൽ വിശാഹി മിൻ അആജീബി റബ്ബിന, വയൗമുൽ വിശാഹി മിൻ അആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചു, മാ ശഅനുകി, എന്താ നിങ്ങളുടെ കാര്യം? ലാ തഖഉദീന മഅി മഖഅദൻ, നിങ്ങൾ എപ്പോൾ എന്റെ കൂടെ ഇരുന്നാലും ഇല്ല ഖുൽതി ഹാദാ, നിങ്ങൾ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവരുടെ കഥ പറഞ്ഞു കൊടുത്തു. എന്താണ്? അവർ കാനത് സൗദാ ലിഹയ്യിൻ മിനൽ അറബ്, അവര് അറബികളുടെ ഒരു ഗോത്രത്തിലായിരുന്നു. അങ്ങനെ അവരവിടെ അടിമയായിരുന്നു. അങ്ങനെ
അവരവിടെ അടിമയായിരിക്കെ അവരെ ആ ഗോത്രം അവരെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരവരുടെ കൂടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു. ഫക്കാനത് മഅഹും, അങ്ങനെ അവരുടെ കൂടെ കഴിയവേ فخرجت صبية لهم عليها وشاح أحمر من سيور. ആ ഗോത്രത്തിൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്കൊരു വിശാഹ് ഉണ്ട്, ഒരു ആഭരണം, പക്ഷെ വില കൂടിയ ഒരു ആഭരണം. അങ്ങനെ ഈ പെൺകുട്ടി അത് താഴെ വെക്കുകയോ അല്ലെങ്കിൽ അവളിൽ നിന്ന് വീണു പോവുകയോ ചെയ്തപ്പോൾ പരുന്തി ഇങ്ങനെ പറന്നുപോയി. ഈ ആഭരണത്തിന്റെ നിറം കണ്ടപ്പോ പരുന്തിന് എന്തോ തിന്നാനുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഫഹസിബത്ഹു ലഹ്മൻ, ഇത് മാംസാണെന്ന് വിചാരിച്ചു. മാംസം പോലത്തെ നിറമായിരിക്കും. ഫഖതഫത്ഹു, അങ്ങനെ പരുന്ത് വന്നത് റാഞ്ചെടുത്തോണ്ട് പോയി ഈ കുട്ടിയുടെ ആഭരണം, പെൺകുട്ടിയുടെ ആഭരണം. ഖാലത് ഫൽതമസൂഹു ഫലം യജിദൂഹു. ഈ പെണ്ണിന്റെ ആളുകൾ, കുടുംബക്കാരൊക്കെ ഇത് പരിധി നടന്നു, കാണുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കും, ഇത് പറയാൻ പറ്റാത്ത കുട്ടിയായിരിക്കും. ഫത്തഹമൂനി ബിഹി, ഈ സ്ത്രീ പറഞ്ഞ അവരെന്നെ ഞാനാണ് എടുത്തെന്ന് പറഞ്ഞു. ഈ ഫഖീറത്തായ മിസ്കീനത്തായ ഈ പെണ്ണാണ്, ഈ സ്ത്രീയാണത് എടുത്തെന്ന് അവർ ആരോപിച്ചു. അവർ പറഞ്ഞു, അവര് പിന്നെ എന്നെ ചോദ്യം ചെയ്തു, പരിശോധിക്കാൻ തുടങ്ങി. പരിശോധിച്ച അവരുടെ ലൈംഗികാവയം വരെ അവര് പരിശോധിച്ചു. ഒരു സാധുവായ സ്ത്രീയാണ്. ഖാലത് വല്ലാഹി ഇന്നി ലഖായിമതു മഅഹും, അങ്ങനെ ഈ സ്ത്രീ പറയുകയാണ്, ഞാന് അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇദ് മറത്തിൽ ഹുദയ്യാത്ത്, പരുന്തിങ്ങനെ വന്നു. പരുന്തിങ്ങനെ അവിടെ വന്നിട്ട് ഫഅൽഖതു, അത് താഴെയിട്ടു. ഫവഖഅ ബൈനഹും, അവരുടെ ഇടയിൽ തന്നെ ഇത് വന്നു വീണു. അങ്ങനെ ഫഖുൽതു, അപ്പൊ ഇവർ പറഞ്ഞു, ഹദല്ലദീ ഇത്തഹംതുമൂനി ബിഹ്, ഇതാണല്ലോ നിങ്ങൾ എന്നെ ആരോപിച്ച കാര്യം. സഅംതും, നിങ്ങളെങ്ങനെ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. വഅന മിൻഹു ബരീഅ, ഞാൻ നിരപരാധിയായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെ വഹുവ ദാ അതിതാ വന്നു കിടക്കുന്നു. അങ്ങനെ ഖാലത് ഫജാഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലമത്. ഈ സംഭവത്തോടുകൂടി അവരെന്ത് ചെയ്തു, ആ നാട് വിടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും എന്നിട്ട് മുസ്ലിം ആവുകയും ചെയ്തു. എന്നിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖാലത് ആയിഷ ഫകാന ലഹാ ഖിബാഉൻ ഫിൽ മസ്ജിദ്, അവർക്ക് പള്ളിയിൽ എന്തുണ്ടായിരുന്നു, ഒരു ഖിബാ ഉണ്ടായിരുന്നു താമസിക്കാൻ. അതുകൊണ്ടാണ് അവര് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിരുന്നിട്ട് അധികം എന്ത് പാടും, ഈ ശഅർ പാടും. വയൗമൽ വിശാഹി മിൻ അജീബ് റബ്ബിന, ആ വിശാഹിന്റെ ദിവസം നമ്മുടെ റബ്ബിന്റെ അത്ഭുതകരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി, അതാണ് എന്നെ കുഫറിന്റെ നാട്ടിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ ഇതാണ് ആ സംഭവം. അവർക്ക് ഒരു ഖിബ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ്. അതിനിങ്ങനെ ചില കാരണങ്ങളുണ്ട്, അങ്ങനെ ചില ആവശ്യങ്ങൾക്കാകാം, എന്നാൽ അത് പള്ളിയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇനി മസ്ജിദിലുള്ള മറ്റൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിവായത്ത് ചെയ്യുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തുറുനി വഅന അൻദുറു ഇല അൽഹബശതി യൽഅബൂന ഫിൽ മസ്ജിദ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹബശക്കാരായ ആളുകൾ, അഥവാ അബ്സീനിയക്കാരായ ചില ആളുകൾ, അവരുടെ ചില ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നു. അതൊരു കളിയാണ്, എന്നാൽ അത് യുദ്ധത്തിനുള്ള ഒരു പരിശീലനം കൂടിയാണ്. അവരത് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കാണാൻ കുറച്ച് ഭംഗിയുള്ളതാണ്, അത് അവരിങ്ങനെ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, തഷ്തഹീന തൻദുരീൻ, കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പോ അവർ പറഞ്ഞു കാണുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കവിളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളും ഇങ്ങനെ മുട്ടി നിന്ന് ഞാനത് നോക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രിദാ കൊണ്ട് തന്നെ മറച്ചു പിടിക്കുകയും ചെയ്തു, ഒരു തട്ടം കൊണ്ട് തന്നെ മറച്ചു പിടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മതിയാകുവോളം അങ്ങനെ തന്നെ നിന്നു, ഇത് കാണിച്ചു തരാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മതിയായോ? അപ്പൊ പറഞ്ഞു മതിയായി എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു.
ഈ സംഭവം ഒരുപാട് ഫായിദകളുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഹ്ലിനോട് കാണിച്ച, അവിടുത്തെ കുടുംബത്തോട് കാണിച്ച റിഫ്ഖ്, അവരോട് കാണിച്ച നല്ല ഹുസ്നുൽ ഖുലുഖ്, ഇതൊക്കെ അതിൽ പാടാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ മറച്ചു പിടിച്ചു. കാരണം സ്ത്രീകൾ അവർ പുരുഷന്മാരിൽ നിന്ന് കാണാത്ത നിലക്കാണ് കഴിയേണ്ടത്. അതിന് ആ സംഭവത്തിൽ തെളിവുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആകട്ടെ അവരെ നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. അത് എന്താണെന്ന് പറഞ്ഞാൽ അത് ജംആയ ഒരു നോട്ടാണ്. അവരൊരാളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ഒരു നോട്ടല്ല, അത് മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ്. അവരുടെ ഹഫ്ളും റഫ്ഉം അവരുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കാണുന്ന ഒരു ആജബ് ആണ് അതിലുള്ളത്. അത് കാരണം സ്ത്രീകളും രണ്ടുപേർ കൂട്ടരോട് അല്ലാഹു കണ്ണുകൾ താഴ്ത്താൻ കൽപ്പിച്ചിട്ടുള്ളതാണ്. ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. അടുത്ത ആയത്ത് എന്താണ്? ഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ദൂന മിൻ അബ്സാരിഹിൻ വയഹ്ഫളന ഫുറൂജഹുൻ. കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയവങ്ങൾ നിയന്ത്രിക്കാനും പുരുഷനോട് സ്ത്രീയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടം സ്ത്രീകൾക്ക് ചില സന്ദർഭങ്ങളിൽ അനുവദനീയമായി നോട്ടം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു കൂട്ടത്തെ നോക്കലാണ്, ഒരാളെ നോക്കി ആസ്വദിക്കുന്ന നോട്ടമല്ല, അത് ഹറാമാണ്. എന്നാൽ പുരുഷനാകട്ടെ ഇങ്ങനെ ജംആയാലും പെണ്ണുങ്ങൾ ഒരു കൂട്ടത്തിലേക്ക് നോക്കാൻ പാടില്ലാത്തതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള പല പല അഹ്കാമുകൾ അടങ്ങുന്ന ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ തമ്മിലുണ്ടായ ഈ സംഭവം. അപ്പൊ പള്ളിയിൽ ഈ നടന്നിട്ടുള്ളത് ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹാദിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ പരിശീലനം എന്ന് പറയുന്നത്. അതല്ലാതെ അത് വെറൊരു കളിയല്ല, ഒരു ലാബല്ല. മറിച്ച് ഉലമാക്കൾ പറയുന്നത് കുല്ലുഹു ജിദ്, അതിലോ തീരെ കളിയില്ല, അത് മുഴുവൻ ഗൗരവം തന്നെയാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ അനുവദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിഹാദ് മശ്റൂആയ കാലത്താണ് ഇത്. മനസ്സിലായല്ലോ? അതല്ലാതെ നമ്മള് മുസ്ലിമീങ്ങൾക്കൊന്നാകെ ദുറുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിൽ ഇങ്ങനത്തെ ആയുധം കൊണ്ടുള്ള കളിയോ ആയുധ പരിശീലനോ മറ്റൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ദുർ വരുത്തി വെക്കുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ആ ജിഹാദ് മശ്റൂആയ, അതിന് അല്ലാഹു സുബ്ഹാനഹു തആല അനുമതി നൽകിയ സമയത്ത് അതിനുള്ള പരിശീലനവും വാജിബാണ്. അത് വാജിബാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും വാജിബാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അമ്പെയ്ത്ത് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ഉപേക്ഷിക്കരുത്, എന്താക്കണം? പഠിച്ചെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് മശ്റൂആവുമ്പോൾ ഒരു കാര്യം വാജിബാണെങ്കിൽ അതിൽ എത്താനുള്ള വഴിയും വാജിബാണ്. അതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മസ്ജിദുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹുക്ം അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ യതബാഹൻ നാസു ഫിൽ മസാജിദ്, മസ്ജിദുകളെ കുറിച്ച് ആളുകൾ പരസ്പരം പൊങ്ങച്ചം നടിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇത് ഇമാം മുസ്ലിം അടക്കമുള്ള ബാക്കി 4 പേരും, ഇമാം തിർമിദി ഒഴികെ ബാക്കി 5 പേരും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണിത്. എന്ന് പറഞ്ഞാൽ നോക്കി നമ്മുടെ പള്ളിന്റെ മിനാർ നോക്ക്, നിങ്ങളെ പള്ളിന്റെ മിനാർ നോക്ക്, നമ്മുടെ പള്ളിന്റെ മെഹ്റാബ് നോക്ക്, അതിന്റെ പെയിന്റ് നോക്ക്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൊങ്ങച്ചം നടിക്കൽ, ഇത് സംഭവിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോ ഇത് പാടില്ലാത്ത സംഗതിയാണ്. പള്ളികൾ ഇങ്ങനെ അനാവശ്യമായ പൊങ്ങച്ചം മസ്ജിദുകളെ കുറിച്ച് നടിക്കൽ. അതുപോലെ തന്നെയാണ് അനാവശ്യമായ മോടി കൂട്ടുക എന്നതും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉമിർതു ബിതശീദിൽ മസാജിദ്, പള്ളികൾ ബലപ്പെടുത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അർത്ഥം അനാവശ്യമായി ഉള്ള അലങ്കാരങ്ങൾ പള്ളിക്ക് പാടില്ല എന്നാണ്. കെട്ടിട നിർമ്മാണം, അത് ബിന എന്നത് അസ്ലിൽ അത് മദ്മൂമായ കാര്യമാണ്. അസ്ലൻ അടിസ്ഥാനപരമായ അതെന്താണ്? മഹ്മൂദായ ഒരു നല്ല കാര്യമല്ല, മറിച്ച് അതിൽ ദമ്മ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം അതിലെന്തുണ്ട്, ഞാൻ കുറെ കാലം ഇവിടെ നിൽക്കുന്നുള്ള ഒരു ചിന്ത അതിന്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ട് അത്
നമ്മൾ ആവശ്യമുണ്ടെങ്കിലല്ലാതെ ചെയ്യാൻ പാടില്ല, ആവശ്യമായ അളവിൽ. അതുകൊണ്ടാണ് സഹാബത്ത് അവർ സ്വന്തം കയ്യാൽ ഒരു കല്ലെടുത്ത് വെച്ച് വീട് പണിതിട്ടുണ്ട്, സഹാബത്ത് പണിതിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്ത് വെച്ച് പള്ളി പണിതിട്ടുണ്ട്. സഹാബത്തിന്റെ കാലത്ത് പള്ളി പഴയതൊക്കെ മാറ്റി ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ തോതിലല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാത്തതാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാത്തതാണ്. ഓരോരുത്തരുടെ ആവശ്യം അത് ആപേക്ഷിക്കാം. ചെറിയ കുടുംബത്തിന്റെ ആവശ്യമല്ല വലിയ കുടുംബത്തിന്റെ ആവശ്യം, കുറച്ചാളുകളുടെ ആവശ്യമല്ല കുറെ ആളുകളുടെ ആവശ്യം. അപ്പോ അതിൽ ഇസ്റാഫ്, ദൂർത്ത്, അതുപോലെ അതിൽ അനാവശ്യമായത് നമ്മൾ ഒരുപാട് കാലം ഇവിടെ നിൽക്കുന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ പാടില്ലാത്തതാണ്. മജ്മൂമായ ദമ്മ് ചെയ്യപ്പെട്ട കാര്യങ്ങൾപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിലെ ലക്ഷണങ്ങളായി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് അൻ തലിദൽ അമതു റബ്ബതഹ വഅൻ തറൽ ഹുഫാത അൽഉറാത അൽആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ. ഖിയാമത്ത് നാളിലെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് പിന്നെ വസ്ത്രമില്ലാത്ത, ചെരുപ്പില്ലാത്ത ദരിദ്രരായ ആട്ടിടയന്മാർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ ഖൈറുണ്ടാവും ഷർറുണ്ടാവും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഷർറായേ പറ്റുന്നില്ല. ഇപ്പോ ഖുറൂജു അൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ വരവ് ഖിയാമത്ത് നാളിലെ ലക്ഷണമാണ്. ഖൈറാണോ ഷർറാണോ? ഷർറാണ്. നുസൂലു ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്, ഇറങ്ങി വരും. ഖൈറാണോ ഷർറാണ്? ഖൈറാൻ. ഇമാം മഹ്ദിയുടെ ആഗമനം ഖൈറാൻ എന്നതുപോലെ ഖൈറുണ്ട് എന്നാ ഖിയാമത്ത് നാളിലെ ലക്ഷണമാണ്. ഖൈറുണ്ടോ ഷർറുണ്ടോ? അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ ഈ ഭാഗം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഷർറാണെന്നാണ്. ഏത്? ദരിദ്രരായ ചെരുപ്പില്ലാത്ത ആട്ടിടയന്മാരായ ആളുകൾ അവർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കാനാണ്. അപ്പോ അത് ഖിയാമത്ത് നാളിനടുത്ത് സംഭവിക്കുന്നതാണ്. ദമ്മ് ചെയ്യപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് അനാവശ്യമായുള്ള ബിന, അനാവശ്യമായുള്ള കെട്ടിടങ്ങൾ. അത് ദമ്മ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, മുസ്ലിമീങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ നിർമ്മിക്കേണ്ടത്. ഇനി മസ്ജിദിൽ ഉള്ള ഒരു അദബാണ്, അത് പറഞ്ഞിട്ട് നമുക്ക് നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കാവുന്നതാണ്. നിസ്കാരത്തിന്റെ കാര്യങ്ങൾ തന്നെ, പക്ഷെ അതുമായിട്ട് പുറത്ത് ബന്ധമുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും മസ്ജിദിലേക്ക് കയറിയാൽ ഫലാ യജ്ലിസ്, ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅതൈൻ, 2 റക്അത്ത് നിസ്കരിക്കാതെ. അപ്പൊ അത് പള്ളിയിൽ ഉള്ള തഹിയ്യത്താണ്, പള്ളിക്കുള്ള മസ്ജിദിനുള്ള തഹിയ്യത്താണ് ആ 2 റക്അത്ത് നിസ്കാരം. അത് വല്ലാഹു അലം അത് വളരെ മുസ്തഹബ്ബുൻ മുഅക്കദായ ഒരു സുന്നത്താണ്, നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുലൈഖുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹു കരുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർത്തിയിട്ട് പറഞ്ഞു, ചോദിച്ചു, എന്താണ് നിസ്കരിച്ചോ? സുലൈഖുൽ ഗത്ഫാനി പറഞ്ഞു, ഇല്ല. പറഞ്ഞു, ഖും ഫർക റകഅതൈൻ, വന്നിട്ട് ഇരുന്നതാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? ഈ സഹാബിയോട് ഖുത്ബക്കടയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചു, നിസ്കരിച്ചോ? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചാടിക്കറി അങ്ങ് ഉപദേശിക്കരുത്. ചിലപ്പോൾ നമ്മൾ കാണാതെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാതെ ആ സഹാബി 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ, സല്ലല്ലാഹു ആദ്യം ചോദിച്ചു, നിസ്കരിച്ചോ? എന്നിട്ടാണ് ഇരുന്ന് അല്ലാന്ന് പറയുമ്പോൾ ഫർക റകഅതൈൻ. അത് നമ്മൾ ഉപദേശങ്ങളിൽ നസീഹത്തുകളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലോ, വേറെ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല, അയാളത് ഒരു തെറ്റ് അയാള് ചെയ്തതായിരിക്കില്ല, നമുക്ക് തോന്നിയതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടാലും കണ്ടില്ലെങ്കിലും നസീഹ അത് രഹസ്യമായിട്ടാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മസ്ജിദിൽ നമ്മൾ പാലിക്കേണ്ട ഒരദബാണ്. 2 റക്അത്ത് മുസ്തഹബായ നിസ്കാരം. ഇനി സിഫത്തു സലാഹ്.
നമ്മള് ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് സംശയം ചോദിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളെന്താ പറഞ്ഞു? അത് ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമ അവർ പറയുന്നത് ഒരു സബബുള്ള നിസ്കാരം, സബബുള്ള കാരണമുള്ള നിസ്കാരം ഈ നിസ്കാരം നിരോധിക്കപ്പെട്ട സമയത്ത് ആവാം എന്നാണ്. മുത്തലഖായി ഒരു നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല, ഒരു കാരണമില്ലാത്ത ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ സബബുള്ള നിസ്കാരം സലാ ആവാം എന്നാണ് പറയുന്നത്. അത് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിലാണെങ്കിൽ ആ സമയത്താണ് ഒരാൾ പള്ളി കയറിയതെങ്കിൽ അയാൾക്കത് നിസ്കരിക്കാം എന്നാണ് ലജ്നത്തു ദായിമ ഈ വിഷയത്തിൽ കൊടുത്തിട്ടുള്ള മറുപടി. അല്ലാഹു അഅലം. നിസ്കാരത്തിന്റെ സിഫത്താണ് ഇനി നമുക്ക് പറയാനുള്ളത്. നിസ്കാരത്തിന്റെ സിഫത്താണ് ഇനി പറയാനുള്ളത്. അതിന്റെ രൂപത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, സലാത്തിന് റുക്കുനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. സലാഹ് ലഹ അർക്കാൻ വലഹ വാജിബാത്ത് വലഹ സുനൻ. റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ റുക്കുനിന്റെ അർത്ഥം തൂണാണ്. അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിലെ തൂണുകൾ, അതാണ് 5 കാര്യങ്ങൾ. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. 5 ഇസ്ലാം കാര്യം. അതുപോലെ അർക്കാനുൽ ഈമാൻ, ഈമാന്റെ റുക്കുനുകളാണ് أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى. 6 ഈമാൻ കാര്യങ്ങൾ പണ്ടുപണ്ടേ മുസ്ലിമീങ്ങൾ എണ്ണി പഠിക്കുന്ന കാര്യങ്ങൾ. അതെന്താണ്? റുക്കിന്. റുക്കിന് തൂൺ. തൂണില്ലെങ്കിൽ കെട്ടിടമുണ്ടാവുകയില്ല, താഴേക്ക് വീഴും എന്നതുപോലെയാണ് റുക്കുനുകൾ. നിസ്കാരത്തിന് റുക്കുനുകളുണ്ട്. റുക്കുൻ നിസ്കാരത്തിൽ വിട്ടുപോയാൽ ആ കാര്യം സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല, അതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുകയില്ല. ഒരാൾ കരുതിക്കൂട്ടിലൊരു റുക്കുൻ ഒഴിവാക്കി, ആ നിസ്കാരം ബാത്തിലാണ്. മറന്നുപോയാൽ അയാൾ വെറും സഹുവിന്റെ സുജൂദ് കൊണ്ട് അത് വീടുകയില്ല, മറിച്ച് ആ കാര്യം രണ്ടാമതും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ സഹുവിന്റെ സുജൂദ് ഉള്ളൂ, എന്നാലേ നിസ്കാരം ശരിയാവുള്ളൂ മറന്നുപോയാൽ. അതുപോലെ നിസ്കാരത്തിൽ വാജിബുകളുണ്ട്, വാജിബായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ ഒരാൾ കരുതിക്കൂട്ടി ഒഴിവാക്കിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. മറന്നുപോയാൽ യുജ്ബർ ബിസുജൂദൈ അസ്സഹു, സഹുവിന്റെ 2 സുജൂദുകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. അയാൾ ആ കാര്യം ഒന്നുകൂടി ചെയ്യണം എന്നില്ല. എന്നാൽ അതുപോലെ തന്നെ നിസ്കാരത്തിന് സുന്നത്തുകൾ, സുനൻ, റുക്കുനുമല്ല വാജിബല്ല, അതൊരാൾ മനഃപൂർവ്വം ഒഴിവാക്കി, ലാ ബഅസ്, അയാൾ നിസ്കാരം ബാത്തിലാവുകയില്ല. മറിച്ച് സുന്നത്തുകളെല്ലാം ചെയ്താലാണ് അയാളുടെ നിസ്കാരത്തിന് കമാല് കിട്ടുക, പൂർണ്ണത കിട്ടുക. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്കാരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്, എങ്ങനെയാണ് കൈ കെട്ടേണ്ടത്, എങ്ങനെയാണ് റുക്കുവ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലാണ് നമ്മൾ നിസ്കാരത്തിൽ ഒരു കാര്യം മറന്നുപോയി എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഒരു 2 ഇമാമുമാരുണ്ട് പള്ളിയില്. ഒരാൾക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഖിറാഅത്ത്, ഖുർആൻ അറിയുന്ന ആളാണ് ഇമാമക്കുണ്ട്. ഒരാള് ഖുർആൻ അറിയുന്ന ആളാണ്, വേറൊരാൾക്ക് ഖുർആൻ അറിയാം, ചിലപ്പോൾ മറ്റേ ആൾ അത്ര ഇല്ലെങ്കിലും ഇയാൾക്ക് ഫിഖ് അറിയാം. മനസ്സിലായോ? ഫിഖ്. പിന്നെ നിസ്കാരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇമാമെന്ന് പറഞ്ഞാൽ വലിയ മസൂലിയത്താണ്, ഉത്തരവാദിത്തമാണ്. നിസ്കാരത്തിൽ എന്തെങ്കിലും പറ്റി ഈ ജനങ്ങളെ കൊണ്ടൊന്നാകെ എന്താ ചെയ്യേണ്ടതെന്ന് ഇയാൾക്ക് അറിയില്ലെങ്കിലോ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ ഒരാൾക്ക് ഫിഖ് അറിയാം, ഒരാൾക്ക് അയാളെക്കാളും ഹിഫ്ളുണ്ട്, ഖുർആൻ അറിയാം, മറ്റേയാൾക്ക് അയാളെക്കാളും ഖുർആൻ കുറച്ചേ അറിയുള്ളൂ, പക്ഷെ ഫിഖ് അറിയാമെങ്കിൽ ഇമാമത്തിന് യോഗ്യനാരാണ്? ഫിഖ് അറിയുന്ന ആളാണ്, ഫിഖും അറിയുന്ന ആളാണ്. കാരണം നിസ്കാരത്തിന് മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്ന്
ആ കാര്യം ഹിഫ്ള് പഠിച്ചതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫിഖ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ റുക്കുനുകൾ ഞാൻ പറഞ്ഞല്ലോ, റുക്കുനും വാജിബും സുന്നത്തോടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റുക്കുനും വാജിബും ആരെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. സുന്നത്ത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലല്ല, അതിന്റെ പൂർണ്ണതക്ക് കുറവ് സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ഒരാൾ മറന്നുപോകുന്ന വിഷയം വന്നാൽ, റുക്കിന് ഒരാൾ മറന്നുപോയാൽ സഹുവിന്റെ സുജൂദ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ആ വിട്ടുപോയ കാര്യം റുക്കിന് തന്നെ ചെയ്യണം, എന്നിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്യണം. വാജിബാണെങ്കിൽ അയാൾ വിട്ടുപോയാൽ ആ കാര്യം ചെയ്യണമെന്നില്ല, സഹുവിന്റെ സുജൂദ് കൊണ്ട് അത് വിടും. ആ സഹുവിന്റെ സുജൂദിന്റെ ബാബ് നമുക്ക് വേറെ വരാണ്ട്. അവസാനം സഹുവിന്റെ സുജൂദ് മറന്നുപോയാൽ മാത്രമല്ല, ചെയ്യാതിരിക്കുകയോ ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ഒരു കാര്യം കൂടുതൽ ചെയ്താലോ മാത്രമല്ല സഹുവിന്റെ സുജൂദ്. ഷക്ക് എന്നൊരു വിഷയം കൂടി ഉണ്ടായില്ലേ? ഷക്ക്, സംശയം, ചെയ്തോ ചെയ്തില്ലേ, അപ്പം കൂടി സഹുവിന്റെ സുജൂദ് ഉണ്ട്. അപ്പൊ സഹുവിന്റെ സുജൂദിന്റെ അഹ്കാമുകൾ വേറെ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിന്റെ നിസ്കാരത്തിന്റെ അവസാന ഭാഗം അത് പറയാം. ഇപ്പൊ മനസ്സിലാക്കുക, റുക്കുനുകൾ, സലാത്തിന്റെ റുക്കുനുകൾ വിട്ടുപോയാൽ അത് ചെയ്യുകയും സുഹന്റെ സുജൂദ് ചെയ്യുവാണ്. വാജിബുകൾ വിട്ടുപോയാൽ അത് ചെയ്യണമെന്നില്ല, സഹുവിന്റെ സുജൂദ് കൊണ്ട് വിടും. സുനനുകൾ അങ്ങനെയല്ല, അത് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവുകയില്ല. ഇനി നമുക്ക് എന്തൊക്കെയാണ് നിസ്കാരത്തിന്റെ റുക്കുനുകൾ, എന്തൊക്കെയാണ് വാജിബുകൾ. ഇതിൽ ഇമാം ഇബ്നു ബാസ്, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അവർ പഠിക്കൽ അത്യാവശ്യമായ കാര്യങ്ങൾ, അതിന് ഞാൻ വായിക്കാം. അർക്കാനുസ് സ്വലാഹ്, നിസ്കാരത്തിന്റെ റുക്നുകൾ. വഹിയ 14, അത് 14 എണ്ണമാണ് നിസ്കാരത്തിന്റെ റുക്നുകൾ. ഒന്ന് അൽ ഖിയാമു മഅൽ ഖുദ്റ, അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുണ്ടായിരിക്കെ നിൽക്കൽ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ഇതെന്താണ്? റുക്നാണ്. ഫർദ് നിസ്കാരത്തിൽ, ഫർദായ നിസ്കാരത്തിൽ റുക്നാണ്. നിൽക്കാൻ കഴിവുണ്ടായിട്ട് നിന്നിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം എന്താണ്? ബാത്തിലാണ്. 2 തക്ബീറത്തുൽ ഇഹ്റാം, ആദ്യത്തെ തക്ബീർ. 3 ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഓർഡർ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ഇതിന്റെ തർത്തീബ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മറന്നുമില്ല. നോക്കി, നമ്മുടെ നിസ്കാരത്തിൽ ആദ്യം എന്താ ചെയ്യാ? നിൽക്കുക. തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തലല്ല കേട്ടോ, വായ കൊണ്ട് പറയലാണ് ഉദ്ദേശം. കൈ ഉയർത്തലല്ല, വായ കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം പറയലാണ് ഇവിടെ റുക്നിൽ ഉദ്ദേശം. കൈ ഉയർത്തൽ വേറെ വരും, തക്ബീറത്തുൽ ഇഹ്റാം പറയൽ. 3 ഫാത്തിഹ ഓതൽ. 4 റുക്കൂ. ചിലത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, സൂറത്ത് അങ്ങനത്തെ ചിലത് നമ്മൾ പറഞ്ഞില്ല. റുക്കൂലേക്ക് പോകുമ്പോൾ തക്ബീർ നമ്മൾ പറഞ്ഞില്ല. റുക്കൂ, അൽ-ഇഅ്തിദാൽ ബഅദ റുക്കൂ, റുക്കൂന് ശേഷമുള്ള ഇഅ്തിദാൽ, നേരെ നിൽക്കുക എന്നുള്ളത്. നമ്മൾ അതിന്റെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊന്നും പറഞ്ഞില്ല. അതിൽ പറയേണ്ട ദിക്റുകളെ കാര്യം പറഞ്ഞിട്ടില്ല. വായ കൊണ്ട് ചൊല്ലേണ്ട തക്ബീറത്തുൽ ഇഹ്റാമും ഫാത്തിഹ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ അഫ്ആലാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നോക്ക്, ഇഅ്തിദാൽ കഴിഞ്ഞാൽ അസ്സുജൂദ് അലൽ അഅ്ളാഇസ് സബ്അ, 7 അവയവങ്ങളിൽ മേൽ സുജൂദ് ചെയ്യൽ. 7 അവയവങ്ങളിൽ മേൽ സുജൂദ് ചെയ്യൽ. 7 അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അൽ ജബഹതു വൽ ഉദുൻ, നെറ്റിയും മൂക്കും, അതൊറ്റ അവയവം എന്ന് പറഞ്ഞാൽ അത് വജ്ഹ്, മുഖം ഒന്ന് കൂട്ടുക. അപ്പോ അതൊന്ന്. 2 കൈപ്പടങ്ങൾ, 2 കാൽമുട്ടുകൾ, 2 കാലുകൾ, കാലിന്റെ മുൻഭാഗത്ത് വിരലുകൾ. ഇങ്ങനെ 7 കാര്യം, 7 അവയവങ്ങളിന്മേൽ സുജൂദ് ചെയ്യൽ. അടുത്തത് വറഫഉ മിൻഹു, സുജൂദിൽ നിന്ന് എണീക്കുക. റുക്കു പറഞ്ഞപ്പോൾ നമ്മൾ റുക്കുവിൽ നിന്ന് എണീക്കുക എന്ന് പറഞ്ഞില്ല, ഇവിടെ സുജൂദിൽ നിന്ന് എണീക്കുക എന്ന് പറഞ്ഞു. കാരണം ഒരു സുജൂദും കൂടി വരാനുണ്ട്, മനസ്സിലായി? അപ്പൊ അതിന് അത് പറയേണ്ടതുണ്ട്. സുജൂദിൽ നിന്ന് എണീക്കുക. അടുത്തത് വൽ ജിൽസതു ബൈന സജ്ദതൈൻ, 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം, 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം. അടുത്തത് വത്തുമഅനീനതു ഫി ജമീഇൽ അഫ്ആൽ. ഇതുപോലെ ചില കാര്യങ്ങളിൽ അല്ലാഹു അലം ചില ആളുകൾ ഇത് റുക്നായിട്ട് എണ്ണണം എന്നില്ല, മനസ്സിലായോ? റുക്നുകൾ എണ്ണുന്നതിൽ, വാജിബുകൾ എണ്ണുന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എണ്ണി പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നിന്ന്
ക്രോഡീകരിച്ചെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് ഒഴിവാക്കിയാൽ അത് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സഹവിന്റെ സുജൂദ് കൊണ്ട് വീടുമെന്ന് പറഞ്ഞു. ചിലത് അത് വീണ്ടും ചെയ്യാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ നിന്ന് ഉലമാക്കൾ എടുത്തിട്ടുള്ളതാണ്. തുമഅനീനതു ഫീ ജമീഇൽ അഫ്ആൽ, എല്ലാ കാര്യത്തിലും എല്ലാ നിസ്കാരത്തിലെ സകല ഫിഅലിലും ഉള്ള തുമഅനീന, അടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. എന്ത് വേണം? ഹത്താ തത്മഇന്ന റാകിഅ, ഹത്താ തത്മഇന്ന സാജിദ, നീ റുകൂയിൽ അടങ്ങുന്നത് വരെ, സുജൂദിൽ അടങ്ങുന്ന. എന്താ ഈ അടങ്ങുക എന്ന് പറഞ്ഞാൽ? റുകൂയിൽ പോലും തിരിച്ചുവരൽ ഒന്നിച്ചാവരുത്, സുജൂദിൽ പോലും സുജൂദ് എനിക്കലും ഒരുമിച്ചാവരുത്. മറിച്ച് സുജൂദിൽ പോയാൽ സുജൂദിൽ നിൽക്കണം കുറച്ച് സമയത്തേക്കെങ്കിലും. നീ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യാ? സുജൂദ് കിടക്കുക, എന്നിട്ട് സുജൂദ് നനിക്കുക. അതാണ് എല്ലാത്തിനും തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് സമയം അവിടെ നിൽക്കണം എന്നല്ല, മറിച്ച് ആ സുജൂദിലായ ഒരു സമയം നിനക്ക് വേണം. പോലും വരലും എന്ന് പറഞ്ഞാൽ പിന്നെ സുജൂദ് കിടന്നിട്ടില്ല, റുക്കൂല് നിന്നിട്ട് റുക്കൂലായിട്ടില്ല. അപ്പൊ ഇതിലെല്ലാം തുമഅനീന. അടുത്തത് തർത്തീബു ബൈനൽ അർക്കാൻ, ഈ പറഞ്ഞ റുക്നുകൾക്കിടയിലൊക്കെ എന്ത് വേണം? തർത്തീബ് വേണം, അഥവാ വഴിക്ക് വഴിയായിരിക്കണം. റുക്കൂ കഴിഞ്ഞിട്ടാണ് ഇഅ്തിദാൽ, ഇഅ്തിദാൽ കഴിഞ്ഞിട്ടാണ് സുജൂദ്, അങ്ങനെ. അടുത്തത് അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ്. എന്താ തശഹുദ്? അത്തഹിയാത്ത്. ഏത് തഹിയാത്താണ് റുക്ന്? അവസാനത്തെ തഹിയാത്ത്. അപ്പൊ ആദ്യത്തെ തഹിയാത്തോ വാജിബാണ്, അതെന്തല്ല? റുക്നല്ല. അപ്പൊ ആദ്യത്തെ തഹിയാത്ത് ഒരു ഇമാമ് മറന്നുപോയിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീച്ചു. അപ്പൊ ചില ആളുകൾ മൂപ്പര് തിരിച്ചു പോകുന്നവരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കും. അടുത്ത റുക്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അടുത്ത റുക്നിലേക്ക് എത്തി, അഥവാ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകരുത്. വാജിബിന് തിരിച്ചു പോകാൻ പാടില്ല. മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി സലാം വീട്ടുന്നതിന് മുമ്പ്. സലാം വീട്ടുന്നതിന് മുമ്പ്. എപ്പോഴൊക്കെയാണ് സലാം വീട്ടി കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യേണ്ടത്? സുജൂദ് സഹവിന്റെ ബാബിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. അപ്പോ അവസാനത്തെ തശഹുദ് വൽ ജുലൂസു ലഹു, അതിനു വേണ്ടി ഇരിക്കൽ. അവസാനത്തെ തഹിയാത്തും അതിനുവേണ്ടി. തശഹുദ് എന്നതിന് പേര് വന്നത് അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് തശഹുദ് എന്ന് പറയുന്നത്. അതുപോലെ വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാഹ് റുക്നാണ്. വത്തസ്ലീമതാൻ, രണ്ട് സലാം വീട്ടലുകൾ. ഞാൻ പറഞ്ഞില്ല, ചില പിന്നെ ഇത് ഗാലിബായിട്ടുള്ള വർത്താനാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ചില സമയത്ത് ഒരു സലാമിൽ നിസ്കാരം അവസാനിപ്പിച്ച ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പൊതുവെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ തസ്ലീമത്താൻ, രണ്ട് തസ്ലീം. അപ്പൊ നോക്ക്, 14 റുക്നുകൾ നമ്മൾ പറഞ്ഞു. അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുണ്ടായിരിക്കെ നിൽക്കൽ. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക. الركوع الاعتدال بعد الركوع السجود على الأعضاء السبعة، ഏഴ് അവയവങ്ങളിൽ മേൽ സുജൂദ് ചെയ്യൽ. والرفع منه, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക. الجلسة بين السجدتين, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. അതുപോലെ തുമഅനീനത്തു ഫീ ജമീഇൽ അഫ്ആൽ, എല്ലാ കാര്യത്തിലും തുമഅനീനത്ത് ഉണ്ടായിരിക്കുക, അടങ്ങുക. അത്തർത്തീബു ബൈനൽ അർക്കാൻ, തർത്തീബുകൾക്കിടയിൽ പിന്നെ റുക്നുകൾക്കിടയിൽ എന്ത് ചെയ്യുക? പിന്നെ തർത്തീബ് ഉണ്ടായിരിക്കാം. അതുപോലെ തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ്. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയത്, അതിനു വേണ്ടി ഇരിക്കുക എന്നുള്ളതുണ്ട്. തശഹുദുൽ അഖീർ, അതിനു വേണ്ടി ഇരിക്കുക. ജുലൂസു ലഹു, അതെന്താണ്? റുക്നാണ്. തശഹുദ് എവിടെയെങ്കിലും ചൊല്ലിയാൽ പോരാ, അതിന് വേണ്ടി ഇരിക്കണം. അതുപോലെ അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്തു ചൊല്ലുക. പിന്നെ തസ്ലീമത്താൻ, രണ്ട് സലാം വിട്ടുക എന്നതും. ഇതാണ് 14 റുക്നുകൾ. ഇതിൽ നോക്ക്, ഇതിൽ ഏതൊക്കെയാണ് അഫ്ആൽ, ഏതൊക്കെയാണ് അഖ്വാൽ, ഏതൊക്കെയാണ് പറയേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോ തക്ബീറത്തുൽ ഇഹ്റാം, അത് പറയലാണ്. ഖിറാഅത്തുൽ ഫാത്തിഹ, അത് പറയലാണ്. അതുപോലെ തശഹുദ്, അത് പറയലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് പറയലാണ്. തസ്ലീം, 5 അഖ്വാൽ ഖൗലിയ, 5 ഖൗലിയ, ബാക്കി 9 ഫിഅലാണ്, അമാലുകളാണ്, ഫാലുകളാണ്, റുക്നുകൾ. വാജിബാത്തില് നോക്കിക്കോ, അധികവും എന്താണ്? അഫ്ആലാണ്, അല്ല അഖ്വാലാണ്, പറയലാണ്. അഫ്ആൽ
കുറവാണ്. അർക്കാനിൽ ഇങ്ങനെ. ഇത് ഓർത്തു വെക്കാൻ നമ്മൾ ഈ തർത്തീബ് ഈ പിന്നെ ഇതിന്റെ വഴി ഓർമ്മിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വാജിബാത്തും അങ്ങനത്തെ പിന്നെ നമസ്കാരത്തിന്റെ രൂപവും വിശദമായി ഇനി വരുന്ന ദർശനങ്ങളിൽ പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ അതിലായി മരിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم احفظنا واحفظ المسلمين في كل مكان من شر خلقك كلهم يا رب العالمين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك.